സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് BRFലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺട്രാക്ട്. The agreement, if it could be taken to a court of law for enforcement, it can be termed as a contract. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം, അതേപോലെ തന്നെ ആ എഗ്രിമെൻ്റ് നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സിബിൾ ആയിരിക്കണം. അങ്ങനെ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ്? The agreement, if it could be taken into a court of law for enforcement, it can be termed as a contract. അങ്ങനെ ആ ഒരു എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ആണെങ്കിൽ, അതാണ് അവിടെ ആ ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളത്, എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. അത് രണ്ടും കൂടി വന്നാൽ മാത്രമേ എന്താവുകയുള്ളൂ, അതൊരു കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. ഇതാണ് ഡെഫിനേഷൻ. അതേപോലെ തന്നെ വാട്ട് യു മീൻ ബൈ എ കോൺട്രാക്റ്റ് വെച്ചാലും ഇത് തന്നെ എഴുതാം. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന് എന്തെല്ലാം എസെൻഷ്യൽസ് ഉണ്ടായിരിക്കണം? ഒന്നാമത്തെയാണ് എഗ്രിമെൻ്റ് ആയിരിക്കണം, രണ്ടാമത്തെ കൺസെൻസ് ഐറ്റം, മൂന്നാമത്തെ ലോഫുൾ കൺസിഡറേഷൻ, നാലാമത്തെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, നെക്സ്റ്റ് വൺ ഫ്രീ കൺസെൻറ്റ്, അടുത്തെന്താണ് ലോഫുൾ ഒബ്ജക്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ വോയിഡ്. ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അപ്പോൾ ഇനി അത് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് നോക്കാം. ഒന്നാമത്തെയാണ് എഗ്രിമെൻ്റ്. When one person make a valid proposal and the other person accept it, it can say that there is an agreement. ഒരു വ്യക്തി ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയും, അതും ഒരു വാലിഡ് പ്രപ്പോസൽ കൊണ്ടുവരികയും മറ്റൊരു വ്യക്തി അത് ആക്സെപ്റ്റ് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, എന്നാൽ മാത്രം ആ ഒരു പ്രപ്പോസൽ വന്ന് മറ്റൊരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം ആദ്യം തന്നെ. രണ്ടാമത്തെ കൺസെൻസസ് ഐറ്റം എന്താണ്? ദിസ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ബിറ്റ്വീൻ പാർട്ടീസിൻ്റെ ഇടയിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ എന്താണ്? ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് എഗ്രി അബൌട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ എഗ്രിമെൻറ്റ് ഇൻ സെയിം സെൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം. ആ ഒരു എഗ്രിമെൻറ്റ് വായിച്ചിട്ട് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് രണ്ട് പാർട്ടീസും മനസ്സിലാക്കേണ്ടത് ഒരേ സെൻസിലായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം, അതേപോലെ തന്നെ ഒരേ സമയത്തായിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയാണ് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. എന്താണ് കൺസിഡറേഷൻ? എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക, സംതിങ് ഇൻ റിട്ടേൺ ആണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻ എഗ്രിമെൻറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ഓൺലി വെൻ വൺ പാർട്ടി ഗീവ്സ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദ അതർ പേഴ്സൺസ് പ്രോമിസ്. ഒരു വ്യക്തി പ്രോമിസ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നോളാം എന്ന് പ്രോമിസ് ചെയ്യുമ്പോൾ, മറ്റൊരു വ്യക്തി അതിന് ഇൻറ്റേൺ ആയിട്ട് എന്തെങ്കിലും പേ ചെയ്യണം, ലൈക്ക് മണി ഓർ എനിത്തിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ പോലെ സംതിങ് ഇൻ റിട്ടേൺ പേ ചെയ്യണം. അങ്ങനെ ആ ഒരു സംതിങ് ഇൻ റിട്ടേൺ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുകയില്ല. അപ്പോൾ ലോഫുൾ ആയിട്ടുള്ള, നിയമപരമായിട്ടുള്ള കൺസിഡറേഷൻ തന്നെ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിൻ്റാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് ബി ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആൻഡ് ഓഫ് സൗണ്ട് മൈൻഡ്. എപ്പോഴും കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് എന്തിരിക്കണം? ഏജ് ഓഫ് മെജോറിറ്റി 18 വയസ്സിന് കൂടുതൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സൗണ്ട് മൈൻഡ്, അവർക്ക് ബുദ്ധിക്കോ അതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സൗണ്ട് മൈൻഡുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഫുൾഫിൽ ചെയ്യാത്ത ആൾക്കാരൊപ്പം കോൺട്രാക്റ്റ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്തേ മാറും? വോയിഡായി പോകും. പക്ഷെ എന്താണ്, അത് വാലിഡ് അല്ലാണ്ടേ ആകും. അതാണ് നാലാമത്തെ പോയിന്റ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അഞ്ചാമത്തെയാണ് ഇനി ഫ്രീ കൺസെൻറ്റ്. എന്താണ് ഫ്രീ കൺസെൻറ്റ്? ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ഗീവ് ദർ കൺസെൻറ്റ് വിത്ത് എ ഫ്രീ മൈൻഡ്. അപ്പോൾ ഒരാളുടെ നിർബന്ധപ്രകാരമല്ലാണ്ട് സ്വന്തം താല്പര്യത്തോടെ തന്നെ ആയിരിക്കണം ആ എഗ്രിമെൻറ്റിൽ പാർട്ടി ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീ എന്ന് പറയുമ്പോൾ എന്തിലൊക്കെ ഒന്ന് ഒഴിവായിരിക്കണം? കൊയേഷൻ ഉണ്ടാകാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല, മിസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല, ഫ്രോഡ്, മിസ്റ്റേക്ക്, ഇതൊന്നും കൊണ്ട് ആ ഒരു എഗ്രിമെൻറ്റ് കവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിലാണ് അതിനെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ പാർട്ടി ഫ്രീ കൺസെൻറ്റോടായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്.
ആറാമത്തെയാണ് ലോഫുൾ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ എഗ്രിമെൻറ്റ് ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ടു മസ്റ്റ് നോട്ട് ബി ഫ്രോഡുലന്റ്, ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ എഗ്രിമെൻറ്റ് ഫോം ചെയ്തത്, അതിൻ്റെ ഒബ്ജക്റ്റ് അതെപ്പോഴും ലോഫുൾ ആയിരിക്കണം. അതിൽ ഫ്രോഡോ ഇല്ലീഗലോ ഇമ്മോറലോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിന് ഒപ്പോസിറ്റായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് ലാസ്റ്റ് പോയിൻ്റാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ദ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ് ഡിക്ലെയർഡ് വോയിഡ്. ഒരിക്കലും കോർട്ട് പറയരുത് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സും എല്ലാം വോയിഡാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ കോൺട്രാക്ട് ഫോം ചെയ്യാൻ വേണ്ടി റെഡി ആവരുത്, കാരണം അത് ആദ്യമേ വോയിഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ എസെൻഷ്യൽസ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ വേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കായിട്ടോ 15 മാർക്കായിട്ടോ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കാം. ഈ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. ഇത് 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. പിന്നെ ആ എസെൻഷ്യൽസിൻ്റെ പോയിൻറ്റ്സ് ഇല്ലേ, ആ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ടൊന്ന് കാണിക്കുക. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വെറുതെ കാണിച്ചാൽ മതി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേട്ടോ എസെൻഷ്യൽസിൽ ഈ ഒരു പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഈ പാരഗ്രാഫ് പോയിൻറ്റ്സ് മാത്രം. എന്നാൽ ഇതൊരു 15 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫും അതേപോലെ തന്നെ പോയിൻറ്റ്സും പിന്നെ ഈ എക്സ്പ്ലനേഷനും കൂടിയും നമ്മൾ എഴുതി വയ്ക്കണം. ഇതിപ്പോൾ ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എഴുതി വച്ചിരിക്കണം 15 മാർക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല എന്ന് നോക്കാം. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ലോന് മുമ്പിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. ദെർഫോർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെൻറ്റ്. നമുക്ക് ക്ലിയർ മനസ്സിലാൻ പറ്റും എല്ലാ കോൺട്രാക്ട്സും ഉറപ്പായിട്ടൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. However, all agreements are not contract because an agreement become a contract only if it is enforceable in the court of law. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല. കാരണം എന്താണ്, ഏത് എഗ്രിമെൻ്റ് ആണോ ലോയിൽ എൻഫോഴ്സിബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റും ലോയിൽ എന്താണ്, കോർട്ടിൽ എൻഫോഴ്സിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. ആൻ എഗ്രിമെൻറ്റ് ബിക്കം എ കോൺട്രാക്ട് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്ട്. ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായി മാറുമെന്നുണ്ടെങ്കിൽ അത് എല്ലാ കോൺട്രാക്റ്റ് വേണ്ട എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് എല്ലാ ഫീച്ചേഴ്സും ആദ്യം എഴുതുക, എന്നിട്ട് എൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഈ നെക്സ്റ്റ് ഒന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. അപ്പോൾ ഫോർമേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഉള്ളത്. ഒന്നാമത്തെ എക്സ്പ്രസ് കോൺട്രാക്ട്, രണ്ടാമത്തെ ഇംപ്ലൈഡ് കോൺട്രാക്ട്, മൂന്നാമത്തെ ക്വാസി കോൺട്രാക്ട്. ഇനി പെർഫോമൻസിൻ്റെ ബേസ് എടുക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് ഉണ്ട്, എക്സിക്യൂട്ടറി ഉണ്ട്, യൂണിലാറ്ററൽ, പിന്നെ ഉള്ളത് ബൈലാറ്ററൽ. ഇനി വാലിഡിറ്റിയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് എഗ്രിമെൻറ്റ്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടും എപ്പോഴും ചോദിക്കാറ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് എന്താണ് ക്വാസി കോൺട്രാക്ട്, അല്ലെങ്കിൽ എന്താണ് വോയിഡ് കോൺട്രാക്ട്, എന്താണ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, അങ്ങനെ ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി മാത്രമായിട്ട് 5 മാർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് 50 മാർക്ക് ചോദിക്കാം. അപ്പോൾ ഓരോ പോയിൻറ്റ്സും കൃത്യം അറിഞ്ഞിരിക്കണം. കാരണം 2 മാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോൺട്രാക്ട് എക്സ്പ്ലനേഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് വാലിഡിറ്റിയുടെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് വാലിഡിറ്റിയുടെ ബേസിൽ 6 ക്ലാസിഫിക്കേഷൻസാണ് വരുന്നത്. ഏതൊക്കെയാണ്? വോയിഡ് എഗ്രിമെൻ്റ് ഉണ്ട്, വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്, ലാസ്റ്റ് വൺ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. സോ ഫസ്റ്റ് വൺ ആണ് വോയിഡ് എഗ്രിമെൻറ്റ്. എന്താണ് വോയിഡ് എഗ്രിമെൻറ്റ്? സച്ച് എഗ്രിമെൻറ്റ് ആർ വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. ആ ഒരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ടിങ്ങിലെ വോയിഡാണ്. എന്താണ് അത് നമുക്ക് ലോയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൈനറായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ഏർലി സ്റ്റേജ് തന്നെ അത് വോയിഡാണ്. നമുക്ക് ഒരിക്കലും അതിനെ വാലിഡാക്കി മാറ്റാൻ പറ്റുകയില്ല. രണ്ടാമതാണ് വാലിഡ് കോൺട്രാക്റ്റ്. എന്താണ് വാലിഡ് കോൺട്രാക്റ്റ്? ഒരു എഗ്രിമെൻറ്റ് ലോൻ്റെ മുന്നിൽ എൻഫോഴ്സിബിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാലിഡ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് ആണ് എന്താണ് വോയിഡ് കോൺട്രാക്റ്റ്?
എ കോൺട്രാക്ട് വിച്ച് വാസ് ഒറിജിനലി വാലിഡ് ബട്ട് ലേറ്റർ ബിക്കം ഇൻവാലിഡ്. സ്റ്റാർട്ടിങ്ങിൽ അത് വാലിഡ് ആയിരുന്നു, പക്ഷേ ലേറ്റർ പിന്നീട് അത് ഇൻവാലിഡായി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് വോയിഡ് കോൺട്രാക്റ്റ്. നാലാമത്തെ വോയിഡബിൾ കോൺട്രാക്റ്റ്. എന്താണത്? ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഗീവൺ ആൻ ഓപ്ഷൻ ടു വൺ പാർട്ടി ടു ദ കോൺട്രാക്ട് ഹി ക്യാൻ എയ്തർ എൻഫോഴ്സ് ഓർ ക്യാൻസൽ ദ കോൺട്രാക്ട്. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് ഈ ഒരു കാറ്റഗറി ഓഫ് കോൺട്രാക്ട് പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് അതിൽ ആ ഒരു കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് വോയിഡബിൾ കോൺട്രാക്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കോൺട്രാക്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. An unenforceable contract is one which cannot be enforced in a court of law because of its technical defects. അപ്പോൾ ചില ടെക്നിക്കൽ ഡിഫക്ട്സ് കാരണം നമുക്ക് കോർട്ട് ഓഫ് ലോയുടെ മുമ്പിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. These contracts cannot be treated as a void because there may be option available in law to cure these defects by paying penalties. പക്ഷെ ഒരിക്കലും ഈ കോൺട്രാക്ട്സ് നമുക്ക് വോയിഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില പെനാൽറ്റീസ് ഫൈനൊക്കെ അടച്ചാൽ വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ വാലിഡ് ആക്കി മാറ്റാൻ സാധിക്കും. And last one ആണ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. An agreement which is criminal in nature or which is immoral or opposed to public policy is called illegal agreement. ക്രിമിനൽ നേച്ചറുള്ള എഗ്രിമെൻറ്റ്സിനാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇമ്മോറലോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിയുടെ എതിരെയായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആയിരിക്കും. ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് എഗ്രിമെൻറ്റ്. എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് എന്താണ്? വോയിഡ് എഗ്രിമെൻറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇനി ഫോർമേഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒന്നാമത്തെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട്, രണ്ടാമത്തെ ഇംപ്ലൈഡ് കോൺട്രാക്ട്, മൂന്നാമത്തെ ക്വാസി കോൺട്രാക്ട്. സോ ഫസ്റ്റ് വൺ ആണ് എക്സ്പ്രസ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഇൻ വിച്ച് ദ ടേംസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. അപ്പോൾ അതാണ് ആ കോൺട്രാക്റ്റിലെ ടേംസ് എല്ലാം രണ്ട് പാർട്ടീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആണ്, ഒന്നില്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ്. അടുത്ത ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്താണ്? വിച്ച് ദ ടേംസ് ആർ അണ്ടർസ്റ്റുഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഓഫ് കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇവിടെ ടേംസ് റിട്ടേണോ സ്പോക്കണോ ഒന്നുമല്ല, ജസ്റ്റ് അവരുടെ ആ ഒരു കണ്ടക്ട്, അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ടേംസ് എന്ന്. പിന്നെ മൂന്നാമതാണ് ക്വാസി കോൺട്രാക്ട്. ദിസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഇൻ സ്ട്രിക്ട് ലീഗൽ സെൻസ്. ഒരു സ്ട്രിക്ട് ലീഗൽ സെൻസ് നോക്കുകയാണെങ്കിൽ ഒരു കോൺട്രാക്ട് അല്ല, ബട്ട് ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ലോ ഇറ്റ്സെൽഫ് ക്രിയേറ്റ് സർട്ടൻ റിലേഷൻഷിപ്പ് വിച്ച് റിസംബിൾ ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട്. ചില സർക്കംസ്റ്റാൻസസ്, എല്ലാ സാഹചര്യങ്ങളിൽ ലോ തന്നെ റിലേഷൻഷിപ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതും ഇതുമാതിരി ഒരു കോൺട്രാക്ട് പോലെ തോന്നും. അതാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി ലാസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. 4 ടൈപ്പ് ഉണ്ട്: എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. എന്താണ് എക്സിക്യൂട്ടഡ്? വെൻ ബോത്ത് ദ പാർട്ടീസ് ഹാവ് പെർഫോം ദ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് കീഴിൽ വരുന്ന എല്ലാ ഒബ്ലിഗേഷൻസും രണ്ട് പാർട്ടീസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എക്സിക്യൂട്ടഡ്. എന്നാൽ എക്സിക്യൂട്ടറി, എ കോൺട്രാക്ട് ഇൻ വിച്ച് സംതിങ് റിമൈനിങ് ടു ബി ഡൺ ബൈ ദ പാർട്ടീസ്. എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ഏതിലൊരു പാർട്ടി, അപ്പോൾ അതാണ് എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. യൂണിലാറ്ററൽ എന്താണ്? ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്ക് എ പ്രോമിസ്. ഒരു പാർട്ടി മാത്രം പ്രോമിസ് ചെയ്തിട്ടുള്ളെങ്കിൽ അതാണ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ എന്താണ്? ഇൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ പാർട്ടീസ് കോൺട്രാക്ട് മേക്ക് എ പ്രോമിസ്. രണ്ട് പാർട്ടീസും ഇവിടെ പ്രോമിസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ മോസ്റ്റ് പ്രിലവൻറ്റ് കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ എല്ലായിടത്തും ഏറ്റവും കാണുന്നത് ഈ ടൈപ്പ് ഓഫ് ബൈലാറ്ററൽ കോൺട്രാക്ട്, രണ്ട് പാർട്ടീസും പ്രോമിസ് മേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. എക്സിക്യൂട്ടേഴ്സ് എന്നാണ് രണ്ട് പാർട്ടീസും അവരുടെ എല്ലാ ഫംഗ്ഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സിക്യൂട്ടേഴ്സ് എന്നാണ് എന്തൊക്കെയോ ഇനി ചെയ്യാനുണ്ട്, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. യൂണിലാറ്ററൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി മാത്രം പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. ബൈലാറ്ററൽസ് എന്നാണ് രണ്ട് പാർട്ടീസും പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ഇതിൽ മെയിനായി നോക്കേണ്ടത് കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ വാലിഡ് ഫീച്ചേഴ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്, ഈ എല്ലാ പോർഷൻസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.